Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് അപ്രീഷിയേറ്റിംഗ് പോയട്രിയിലെ ബി ഡ്രങ്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് പോയിറ്റ് ചാൾസ് ബുദ്ലായർ എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. ജീവിതത്തിലെ വിരസതയെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ബുദ്ലായർ ബിഗിൻസ് ദ പോയം വിത്ത് എ ഡയറക്റ്റ് കമാൻഡ് ടു ഓൾവേസ് ബി ഡ്രങ്ക്. അപ്പോൾ ഒരു കമാൻഡോട് കൂടിയിട്ടാണ് പോയം ആരംഭിക്കുന്നത്. അദ്ദേഹം റീഡേഴ്സിനോട് പറയുന്നത് ഓൾവേസ് ബി ഡ്രങ്ക്, എപ്പോഴും ഡ്രിങ്ക് ചെയ്തിരിക്കാനും അതിൻ്റെ ഒരു ലഹരിയിലായിരിക്കുവാനാണ് അദ്ദേഹം റീഡേഴ്സിനോട് പറയുന്നത്. ഹി ഫ്രെയിംസ് ദിസ് ആസ് എൻ എസെൻഷ്യൽ ആക്ഷൻ ടു അവോയ്ഡ് ദ ബേർഡൻസ് ഓഫ് ടൈം. സമയത്തിൻ്റെ ഭാരം മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. സമയം എന്ന് പറയുന്നത് ആളുകളുടെ ചുമലിൽ കയറ്റി വെച്ചിരിക്കുന്ന, ആളുകളെ തളർത്തുന്ന ഒരു ഭാരമായിട്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. ഇൻഡിക്കേറ്റിംഗ് ദ ബോർഡം ഓഫ് കണ്ടിന്യൂറ്റി. അവിടെ നമുക്ക് ആവർത്തന വിരസത എന്നുള്ള ഒരു കാര്യമായിട്ടാണ് ഈ സമയത്തിൻ്റെ ഭാരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എന്താണ് വിരസതയുടെ പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ പകിടകളിയല്ലേ നല്ലത് എന്ന് പറയുന്നത് പോലെ, ഇതുപോലെ വിരസതയുടെ പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഇതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു ചോദ്യമാണ് ബുദ്ലായർ ചോദിക്കുന്നത്. ഈ സൊല്യൂഷൻ ഫോർ ദാറ്റ് ഈസ് ടു ഗെറ്റ് ഡ്രങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഡ്രിങ്ക് ചെയ്യാനും അതിൻ്റെ ഒരു ലഹരിയിലിരിക്കുവാനുമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളുകളോടൊക്കെ കള്ളു കുടിക്കാനല്ല അദ്ദേഹം പറയുന്നത്. ഈ ഡ്രിങ്കിന് അദ്ദേഹം വേറെ അർത്ഥതലങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അടുത്ത സെക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. പാർട്ട് 2. The poet expands on how one might achieve the state of drunkenness. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്കിങ്ങിൻ്റെ ലഹരിയിലാകാൻ കഴിയുക എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്. He says that it could be from wine, poetry or virtue. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളോടൊക്കെ കള്ളു കുടിക്കാനല്ല അദ്ദേഹം പറയുന്നത്. ഇവിടെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അത് വൈനായിരിക്കാം, പോയട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിർച്യു ആയിരിക്കാം, അതായത് നന്മ നിറഞ്ഞ എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം, അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ള താല്പര്യമായിരിക്കാം, ആർട്ടായിരിക്കാം. അങ്ങനെ എന്ത് കാര്യവും ആണ് അദ്ദേഹം അവിടെ ഡ്രിങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഗെറ്റിംഗ് ഡ്രങ്ക് ഇസ് എ മെറ്റഫർ ഫോർ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ സംതിങ് ടു ബി എൻഗേജ്ഡ് ഇൻ. അതായത് നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഈ ഡ്രിങ്ക് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 3. Baudelaire acknowledges that there will be times when one might wake up sober. ഇനി എപ്പോഴും ഇതുപോലെ ലഹരിയിലായിരിക്കാൻ കഴിയില്ല. ചില സമയത്ത് ആ ഒരു ലഹരിയിൽ നിന്ന് ഉണർന്ന് സ്വബോധത്തിലാകേണ്ടി വരുന്ന നിമിഷങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ മൊമെന്റ്സ് വൺ ഹാസ് ടു ഫേസ് റിയാലിറ്റി ആൻഡ് കാൻ ബി ഡിസ്ട്രാക്റ്റഡ്. നമുക്കറിയാം, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയാത്ത, നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് നമ്മൾ ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന നിമിഷങ്ങളിലാണ് നമുക്കിതുപോലെ ജീവിതത്തിൻ്റെ ഒരു നിരർത്ഥകത, അതുപോലെ തന്നെ ഈ ഒരു സമയത്തിൻ്റെ ഒരു ആവർത്തന വിരസത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുക. അപ്പം അത്തരത്തിലുള്ള നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. When this happens, Baudelaire suggests asking anything from birds to wind what time it is. ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എന്തിനോടെങ്കിലും ഇപ്പോൾ എത്രയായി സമയം എന്ന് ചോദിക്കാനാണ് പറയുന്നത്. എന്തിനോടെന്ന് പറയുന്നത് പക്ഷികളോടായിരിക്കാം, കാറ്റിനോടായിരിക്കാം, നക്ഷത്രങ്ങളോടായിരിക്കാം, എന്തിനോടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഏകാന്തതയോ വിരസതയോ അനുഭവിക്കുന്ന സമയത്ത് ഇപ്പോൾ എത്രയാണ് സമയം എന്ന് അവയോട് ചോദിക്കാനാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 4. He says that everything will give the same answer, time to get drunk. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരേ മറുപടി ആയിരിക്കും അദ്ദേഹം പറയുന്നു. ഇത് ഡ്രിങ്ക് ചെയ്യാനും അതിൻ്റെ ലഹരിയിലാകാനുമുള്ള സമയമാണ്. സമയത്തിൻ്റെ അടിമയാകരുത്, സമയത്തിൻ്റെ രക്തസാക്ഷിയാകരുത് എന്നാണ് അവരെല്ലാം പറയുക എന്ന് അദ്ദേഹം പറയുന്നു. ദിസ് റെസ്പോൺസ് സെർവ്സ് എസ് എ റിമൈൻഡർ ടു റെസ്യൂം ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഗിവ് പർപ്പസ് ടു അവർ ലൈഫ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡ്രിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ കള്ളു കുടിക്കാനുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും ഒരു അർത്ഥവും നൽകുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ടു എസ്കേപ്പ് ദ മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ് വൺ ഹാസ് ടു ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ബി കമ്മിറ്റഡ് ടു ഇറ്റ്. അപ്പോൾ ജീവിതത്തിൻ്റെ വിരസതയും നിരർത്ഥകതയും ഒക്കെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം കണ്ടെത്തുകയും നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്.
ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ഓൺ വിച്ച് വൺ ക്യാൻ ഗെറ്റ് ഡ്രങ്ക്? ഇനി ഒരാൾക്ക് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വൺ ക്യാൻ ഗെറ്റ് ഡ്രങ്ക് ഓൺ വൈൻ, പോയട്രി ഓർ വിർച്യു അക്കോർഡിംഗ് ടു ബുദ്ലായർ. അപ്പോൾ ഒരാൾക്ക് വൈനായിരിക്കാം, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കാം, സാഹിത്യമായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിർച്യു ആയിരിക്കാം, നന്മയുള്ള ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതിലൊക്കെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. These represent various ways to immerse oneself fully and passionately in life to avoid the oppressive weight of time. നമുക്കറിയാം, സമയത്തിന്റെ ഭാരത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി എക്സ്പ്രഷൻ മാർട്ടീർഡ് സ്ലേവ്സ് ഓഫ് ടൈം. സമയത്തിന്റെ അടിമകളായ രക്തസാക്ഷികൾ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആവരുത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The expression martyred slaves of time refers to people who are suffering and oppressed by the relentless passage of time. അതായത് ഈ സമയത്തിന്റെ കാലത്തിന്റെ കടന്നുപോക്ക് കാരണം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന അതിന്റെ ഭാരത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. It suggests a life of drudgery and subjugation to time's demands, devoid of passion or engagement. അതായത് സമയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രയാസത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഡെഡ് ലൈനുകളും മറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ സമയം കയ്യിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ സമയത്തിന്റെ അടിമയും രക്തസാക്ഷിയും ആകരുത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ബി ഡ്രങ്ക്. പോയിന്റിന്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ വരുന്നത് ഇമ്പരേറ്റീവ് കമാൻഡ്. ദ ടൈറ്റിൽ ബി ഡ്രങ്ക് ഈസ് എ ഡയറക്റ്റ് കമാൻഡ്. നമുക്കറിയാം, ഒരു കമാൻഡ് ആണ്. വായനക്കാരോട് അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. റിഫ്ലക്ടിംഗ് ബുഡ്ലായേഴ്സ് അർജന്റ് അഡ്വൈസ് ടു കോൺസ്റ്റന്റ്ലി സീക്ക് എ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഓർ ഡീപ്പ് എൻഗേജ്മെന്റ്. ഇവിടെ ഒരു ഇൻടോക്സിക്കേഷൻ, അതായത് ഒരു ലഹരിയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, അത് ഒരു ഡീപ്പ് എൻഗേജ്മെന്റിന്റെ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം. എസ്കേപ്പിംഗ് റിയാലിറ്റി. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ബീയിങ് ഡ്രങ്ക് ഈസ് എ മീൻസ് ടു എസ്കേപ്പ് ദ ഹാർഷ്നെസ് ആൻഡ് മൊണോട്ടണി ഓഫ് റിയാലിറ്റി ആൻഡ് ടൈംസ് ബേർഡൻസ്. സമയത്തിന്റെ ഭാരം, ആവർത്തന വിരസത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിന്റെ നിരർത്ഥകത തുടങ്ങിയവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ അതിന്റെ മെറ്റഫോറിക്കൽ മീനിങ് ആണ്. നമ്മൾ പറഞ്ഞു, കള്ളു കുടിക്കാനുള്ള അർത്ഥമല്ല അവിടെ ഡ്രിങ്കിന് വരുന്നത്, അതിന് സിംബോളിക് ആയിട്ടുള്ള അർത്ഥമാണ് വരുന്നത് എന്നുള്ളത്. ദ ടൈറ്റിൽ ഈസ് ഇൻ ലിമിറ്റഡ് ടു ലിറ്ററൽ ഡ്രങ്കൺനെസ് ഫ്രം ആൽക്കഹോൾ ബട്ട് എക്സ്റ്റെൻഡ്സ് ടു എ ബ്രോഡർ മെറ്റഫോർ ഫോർ ബീയിങ് ഡീപ്ലി അബ്സോർബ്ഡ് ഓർ പാഷനറ്റ് അബൌട്ട് സംതിങ് മീനിങ് സച്ച് ആസ് പോയട്രി ഓർ വിർച്യു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്യപിക്കുക എന്നുള്ള അർത്ഥമല്ല അതിനകത്ത് വരുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് നൽകുന്ന, മീനിങ് നൽകുന്ന, ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ഈ പോയിന്റിന് സിഗ്നിഫിക്കന്റ് ആണെന്ന് നമുക്ക് പറയാം. ഹൗ ഈസ് ടൈം പോർട്രേഡ് ഇൻ ദ പോയം? സമയത്തെ എങ്ങനെയാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ഒപ്രസീവ് ഫോഴ്സ്. ടൈം ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എൻ ഒപ്രസീവ് ഫോഴ്സ്, എ ഹൊറിഡ് ഫാർഡൽ that bruises and grades individuals into the earth. ഒരു ഭാരമായിട്ടാണ് സമയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹൊറീഡ് ഫാർഡൽ. ഫാർഡൽ എന്ന് പറയുന്നത് ഒരു കെട്ടാണ്, ഭാരമുള്ളൊരു കെട്ട് ആളുകളുടെ ചുമലിൽ കയറ്റി വെച്ചതുപോലെ എന്നാണ് പറയുന്നത്. അത് അവരെ മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ താഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാരമായിട്ടാണ് സമയത്തെ അവതരിപ്പിക്കുന്നത്. ബേർഡൻസം. The imagery used to describe time highlights its heavy, burdensome nature, making life feel monotonous and painful. ബേർഡൻ നമുക്കറിയാം, വലിയ ഭാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു മൊണോട്ടണസ് നേച്ചർ, ആവർത്തന വിരസത എന്നുള്ളതാണ് മൊണോട്ടണസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആളുകളുടെ ജീവിതത്തെ വിരസമാക്കുന്ന ഒരു കാര്യമായിട്ടാണ് സമയത്തെ ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് റിലൻലെസ് ആൻഡ് ഇനെസ്കേപ്പബിൾ. രക്ഷപ്പെടാൻ കഴിയാത്തതാണ്. ടൈം ഈസ് റിലൻലെസ്, ഓൾവേസ് പ്രസ്സിംഗ് ഡൗൺ ഓൺ ഇൻഡിവിജ്വൽസ്. സമയം ആരെയും പിടിവിടാതെ എല്ലാവരെയും ഇങ്ങനെ ഇടിച്ചു താത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ദി ഓൺലി എസ്കേപ്പ് ഫ്രം ഇറ്റ്സ് ടൈറനി ഈസ് ടു ഇമ്മേഴ്സ് വൺസെൽഫ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡ്രങ്കൺനെസ് ഓർ ഡീപ്പ് എൻഗേജ്മെന്റ്. അതിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അദ്ദേഹം ഒരു ഡ്രങ്കൺനെസ് ആണ് പറയുന്നത്. നമുക്കറിയാം, അത് ഒരു എൻഗേജ്മെന്റ്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ടാണ് വരുന്നത്. ആന്റഗോണിസ്റ്റിക് എലിമെന്റ്. പൊതുവിൽ നമുക്ക് പറയാവുന്നത് ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ശത്രുവിനെ പോലെയാണ് സമയത്ത് ചിത്രീകരിച്ചിരിക്കുന്നുള്ളതാണ്.
Throughout the poem, time is portrayed as an antagonist that individuals must constantly resist or avoid through intoxication. ആളുകൾ എതിർക്കുകയോ രക്ഷപ്പെടുകയോ വേണ്ടതായിട്ടുള്ള ഒരു ശത്രുവിനെ പോലെയാണ് സമയത്തെ അദ്ദേഹം ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹൗ ഡസ് ദ വേർഡ് ഡ്രിങ്ക് അക്വയർ ന്യൂ മീനിങ്സ് ഇൻ ദ പോയം? ഡ്രിങ്ക് എന്ന വാക്കിന് എങ്ങനെയാണ് ഈ കവിതയിൽ പുതിയ അർത്ഥങ്ങൾ വരുന്നത്? ലിറ്ററൽ ടു മെറ്റഫോറിക്കൽ. ഇനീഷ്യലി ഡ്രിങ്ക് മേ സജസ്റ്റ് ലിറ്ററൽ ആൽക്കഹോൾ കൺസെപ്ഷൻ. നമുക്കറിയാം, കവിത വായിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡ്രിങ്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ മദ്യപാനാണെന്നാണ് വിചാരിക്കുക. ബട്ട് ബുദ്ലായർ എക്സ്പാൻസ് ഇറ്റ്സ് മീനിങ് ടു ഇൻക്ലൂഡ് എനി ഫോം ഓഫ് ഡീപ്പ് എൻഗേജ്മെന്റ് ഓർ പാഷൻ. പക്ഷെ അദ്ദേഹം അത് ഒരു സിമ്പിളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് താല്പര്യമുള്ള, നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കാൻ കഴിയുന്ന പ്രവൃത്തികളെയാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ഓഫ് എൻഗേജ്മെന്റ്. Drink becomes a symbol for anything that allows a person to be fully immersed and absorbed. ജീവിതത്തിൽ നമുക്ക് താല്പര്യം നിലനിർത്താൻ കഴിയുന്ന, നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യത്തെയുമാണ് അദ്ദേഹം അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് ആസ് പോയട്രി, വിർച്യൂ ഓർ എനി പെർസ്യൂട്ട് ദാറ്റ് കാപ്റ്റിവേറ്റ്സ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ആളുകളുടെ ഈ മനസ്സ്, സ്പിരിറ്റ് ഒക്കെ ഇങ്ങനെ ഹൈ ആയിട്ട് നിലനിർത്താൻ കഴിയുന്ന ഏത് ആക്ടിവിറ്റിയെയുമാണ് അദ്ദേഹം അവിടെ ഡ്രിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്ന അർത്ഥമല്ല ഈ പോയം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്കത് ആൻസർ ചെയ്യാം. മെറ്റഫോർ ഇൻ ദ പോയം. ഇനി പോയത്തിലുള്ള മെറ്റഫേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഡ്രങ്കൺനെസ് ആസ് എൻഗേജ്മെന്റ്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. ദ സെൻട്രൽ മെറ്റഫർ ഓഫ് ദ പോയം ഈസ് ഡ്രങ്കൺനെസ്, വിച്ച് റെപ്രസെന്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് എൻഗേജ്മെന്റ് ഓർ അബ്സോർപ്ഷൻ ഇൻ സംതിങ് മീനിങ് ഫുൾ. ഇവിടെ ഈ ഡ്രങ്കൺനെസ് എന്ന് പറയുന്നത് മദ്യപാനമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സിമ്പലാണ്. നമുക്ക് ജീവിതത്തിൽ വിരസത മാറ്റാൻ വേണ്ടി എൻഗേജ് ആയിരിക്കാൻ കഴിയുന്ന പ്രവൃത്തികളെയാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് അത് വരുന്നത്. ടൈംസ് ഹൊറീഡ് ഫാഡ്. ഇനി സമയത്തെ ഭാരമുള്ളൊരു കെട്ടായിട്ട് അവിടെ പറയുന്നുണ്ട്. ദിസ് മെറ്റഫർ പോർട്രേറ്റ്സ് ടൈം ആസ് എ ബേർഡൻസം ലോഡ് ദാറ്റ് ഒപ്രസസ് ഇൻഡിവിജ്വൽസ്. ആളുകളുടെ ചുമലിൽ കയറ്റി വെച്ചിട്ടുള്ള ഒരു ഭാരമായിട്ടാണ് സമയത്തെ അവിടെ അവതരിപ്പിക്കുന്നത്. എംഫസൈസിങ് ദ ഹെവി ആൻഡ് പെയിൻഫുൾ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. നമുക്കറിയാം, ആ ഒരു മെറ്റഫർ കൊണ്ട് ആവർത്തന വിരസത, ജീവിതത്തിന്റെ നിരർത്ഥകത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ദ പോയം ആസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഈ പോയത്തിനെ കണക്കാക്കാനാണ് പറയുന്നത്. എംഫസിസ് ഓൺ പാഷൻ. The poem encourages readers to be deeply passionate and engaged, suggesting that such immersion is key to fulfilling life. അപ്പോൾ ആളുകളോട് പാഷനേറ്റ് ആയിരിക്കാൻ, അതായത് നമ്മുടെ പാഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണോ നമ്മൾ അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കുക എന്നൊരു സന്ദേശമാണ് ഈ പോയം നൽകുന്നത്. വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ്. By advocating for drunkenness on wine, poetry or virtue, Baudelaire celebrates the diversity of human interests and the joys they bring. ഇനി വൈവിധ്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ ഒരു പാഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ് വൈന്, അതുപോലെ തന്നെ പോയട്രി, അതുപോലെ വിർച്യൂ എന്നൊക്കെ പറയുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത താല്പര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അത്തരത്തിൽ വൈവിധ്യമാർന്നിട്ടുള്ള സന്തോഷങ്ങളെ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പോയത്തിനെ കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് ലിവിങ് ഫുള്ളി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. The directive to always be drunk can be seen as an exhortation to live life to its fullest, embracing all it has to offer. ജീവിതം പൂർണ്ണമായിട്ടും ആസ്വദിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് വരുന്നത്. അദ്ദേഹം ഓൾവേസ് ബി ഡ്രങ്ക്, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാൻ അല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് എപ്പോഴും അത്തരം ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് അവിടെ കാണാവുന്നതാണ്. റിജക്ഷൻ ഓഫ് പാസിവിറ്റി. The poem rejects a passive existence dominated by time's burdens, instead promoting an active, vibrant engagement with life. പിന്നെ അദ്ദേഹം പാസിവിറ്റിയെ എതിർക്കുന്നുണ്ട്. അതായത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണോ അതിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക, ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്നൊരു തീമായിട്ട് പറയാവുന്നതാണ്. പിന്നെ ജോയ് ഇൻ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു തീമാണ് നമ്മൾ കാണുന്നത്. By suggesting that one can get drunk on anything, Baudelaire highlights the potential for joy and meaning in even the smallest aspects of life. അപ്പോൾ അദ്ദേഹം ജീവിതത്തിന് അർത്ഥപൂർണ്ണമാക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല പറയുന്നത്, മറിച്ച് ഓരോരുത്തർക്കും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യം എന്താണോ അതിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. അത്തരത്തിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്.
അതും സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്നുള്ളൊരു തീമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ വരുന്നത് സെലിബ്രേഷൻ ഓഫ് ദ പ്രസന്റ് ആണ്. The poem emphasizes the importance of the present moment, encouraging readers to focus on their immediate experiences rather than worrying about the future. സമയത്തിന്റെ സ്ലേവ് ആവരുത്, അടിമയാവരുത് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുള്ളത്, ഭാവിയെ കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്തിട്ടോ ഇങ്ങനെ വറീഡ് ആയിരിക്കാതെ ആ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളൊരു തീമായിട്ട് കൂടി നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഈ പോയം സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്നുള്ളൊരു തീം കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയം ആസ് എൻ ഇൻഡിക്മെന്റ് ഓഫ് മോഡേൺ ലൈഫ്. ഈ പോയത്തിനെ ആധുനിക ജീവിതത്തിന്റെ വിമർശനമായിട്ട് വിലയിരുത്താനാണ് പറയുന്നത്. ക്രിട്ടിക് ഓഫ് മൊണോട്ടണി. ബുദലായർ പോർട്രേസ് മോഡേൺ ലൈഫ് ആസ് മൊണോട്ടണസ് ആൻഡ് ബേർഡൻസം. ആധുനിക ജീവിതം എന്ന് പറയുന്നത് മൊണോട്ടണസ്, ആവർത്തന വിരസവും അതുപോലെ ഭാരവുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിത്ത് ടൈം ഡെപ്പിക്റ്റഡ് ആസ് എൻ ഒപ്രസീവ് ഫോഴ്സ് ദാറ്റ് ഗ്രൈൻഡ്സ് ഇൻഡിവിജ്വൽസ് ഡൗൺ. സമയം എന്ന് പറയുന്നത് ആളുകളെ തളർത്തുന്ന ഒരു ഭാരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. Escape from reality. The need to be drunk implies that modern life is so harsh and unfulfilling that one must seek a constant intoxication to cope with it. ഇനി നമ്മളിവിടെ ഡ്രങ്ക് ആവേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നത് ആധുനിക ജീവിതം വിരസമായതുകൊണ്ടാണെന്നുള്ള തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെയുള്ളത് ലോസ് ഓഫ് മീനിങ് ആണ്. അതായത് ജീവിതത്തിന് അർത്ഥമില്ലാത്ത സാഹചര്യമാണ് മോഡേൺ ലൈഫിലുള്ളത് എന്നാണ് പറയുന്നത്. The suggestion to seek drunkenness in wine, poetry or virtue can be read as a critique of the lack of inherent meaning in modern life. നമ്മുടേതായിട്ടുള്ള അർത്ഥം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഈ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും അവർക്ക് എന്താണോ താല്പര്യമുള്ളത് ആ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ട് പറയുന്നത്. അതല്ലാതെ മോഡേൺ ലൈഫിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥം ഇല്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. നെസസിറ്റിംഗ് ദ ക്രിയേഷൻ ഓഫ് പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരും പേഴ്സണലായിട്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കേണ്ടി വരുന്നത് മോഡേൺ ലൈഫിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥമില്ലാത്ത കാരണം കൊണ്ടാണ്. റെസിസ്റ്റൻസ് ടു ടൈംസ് ടൈറനി. ദ പോയംസ് റിപ്പീറ്റഡ് കോൾ ടു അവോയ്ഡ് ബീയിങ് മാർട്ടിയേർഡ് സ്ലേവ്സ് ഓഫ് ടൈം underscores a rejection of the industrial clock-driven nature of modern existence, highlighting its dehumanizing effects. സമയത്തിൻ്റെ അടിമയാവരുത്, രക്തസാക്ഷിയാവരുത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം മോഡേൺ ലൈഫിൽ, പ്രത്യേകിച്ചും ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൾച്ചറിനകത്ത് ഈ സമയം കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു എപ്പോഴും ഡെഡ് ലൈനുകളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ജീവിത രീതി നമുക്കറിയാം. അങ്ങനെ ഈ ഒരു സമയത്തിന്റെ അടിമയാകുന്ന ഒരു സാഹചര്യമാണ് മോഡേൺ ലൈഫിലുള്ളത് എന്നുള്ളൊരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്രിട്ടിക് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. Baudelaires' engagement to get drunk on non-material pursuits like poetry and virtue criticizes the modern emphasis on productivity and material success. പിന്നെ നമുക്കറിയാം ആധുനിക സമൂഹത്തിൽ മോഡേൺ ലൈഫിൽ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുക, എപ്പോഴും എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ് ആളുകൾക്കുള്ളത്. പക്ഷെ ഇദ്ദേഹം ആളുകളോട് സജസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുക, പോയട്രി, ആർട്ട്, സാഹിത്യം, അതുപോലെ തന്നെ വിർച്യു, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ മോഡേൺ ലൈഫിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എംഫസിസ് ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ ലാഭം ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്നുള്ള മൈൻഡ് സെറ്റാണ് മോഡേൺ ലൈഫിലുള്ളത്. അതിനുള്ളൊരു വിമർശനമായിട്ട് നമുക്കിതിനെ കാണാം. പിന്നെ വരുന്നത് ഏലിയനേഷൻ ആണ്. ദ ഡെപ്പിക്ഷൻ ഓഫ് വേക്കിംഗ് അപ്പ് ഇൻ ഡിസ്മൽ ലോൺലിനെസ് റിഫ്ലെക്ട്സ് ദി ഏലിയനേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് എൻ എക്സ്പീരിയൻസ് ഇൻ മോഡേൺ സൊസൈറ്റി. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് ഉണരേണ്ടി വരും എന്നുള്ളത്. അത് ഏകാന്തമായിട്ടുള്ള നിമിഷം, ഒറ്റപ്പെടുന്ന നിമിഷങ്ങളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ആധുനിക ജീവിതത്തിൽ പലപ്പോഴും ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പോയം എന്ന് പറയുന്നത് മോഡേൺ ലൈഫിനോടുള്ളൊരു വിമർശനമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.